ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. റോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ചെറുതായി മുറിച്ച് വെച്ച ഉള്ളിയും കൂടി ഞാനിപ്പോൾ എത്ര എടുത്തിട്ട് കാണിക്കണില്ല, ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മസാല ഉണ്ടെങ്കിൽ എനിക്ക് എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചെറുതായി മുറിച്ച് വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഇളക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും ഉള്ളി വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുരുമുളക് പൊടി, മസാലപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ചിക്കന് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ചെറുതായി പിച്ചി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറുതായി നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫുള്ളായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഫോൺ ഓഫാക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈ വെച്ചിട്ട് എനിക്ക് നേർക്ക് ഇളക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവൊക്കെ കുഴച്ചിട്ട് ഞാൻ പരത്തിയിട്ടാണ് കേട്ടോ പിന്നെ റോൾ ഉണ്ടാക്കുന്നത്. ദോശയിലല്ല, മൈദപ്പൊടി കലക്കി ദോശയും ചുട്ടിട്ട് മുട്ടി മൈദപ്പൊടിയൊക്കെ കൂട്ടി ദോശ ചുട്ടിട്ടും ദോശ റോൾ ഉണ്ടാക്കും. ഞാൻ ഇതുപോലെ മാവ് കുഴച്ച് പരത്തിയിട്ടാണ് കേട്ടോ ചെറിയൊരു റൗണ്ട് ഷേപ്പാക്കി പരത്തിയതിന് ശേഷം അതിലേക്ക് മസാല ഇട്ടിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോൺ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. ഒരു കയ്യിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനുള്ള കൈ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി ചെയ്തെടുക്കാം കേട്ടോ. 80 റോളിനാണ് കേട്ടോ. പക്ഷെ 10 എണ്ണം പൊരിച്ചിട്ടും പിന്നെ 70 എണ്ണം പൊരിക്കാണ്ടും അങ്ങനെ 80 റോളിൻ്റെ ഓർഡറാണ് കേട്ടോ കിട്ടിയത്. ഇങ്ങനെ എല്ലാം കൂടി ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിഷ്ടം ഇതുപോലെയാണ് കേട്ടോ. ദോശ ചുട്ടിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ മാവൊക്കെ കുഴച്ചിട്ട് പരത്തിയെടുത്തിട്ട് റോൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ആക്കി വെച്ചു. അപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ. എനിക്ക് വൈകുന്നേരം കൊടുക്കേണ്ടതാണ്. എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടോ. അപ്പോൾ കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് വരുന്നേരം റോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറണ്ട് വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ടിന് പണി തന്നു കേട്ടോ. എന്ന് വിചാരിച്ച സമയത്ത് വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ റോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ബ്രെഡോ പൊടി ഉണ്ടാക്കണം കേട്ടോ. ബ്രെഡ് പൊടിക്കകത്ത് മുക്കിയിട്ടാണ് ഇനി നമുക്ക് കൊടുക്കേണ്ടത്. കുറച്ച് പൊരിക്കാണ്ട് വേണമെന്ന് പറഞ്ഞാൽ 10 എണ്ണം പൊരിച്ചിട്ടും വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കറണ്ട് വന്നിട്ടില്ല. ലാസ്റ്റ് KCBയിലൊക്കെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ അന്നേരം പറഞ്ഞു ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞാൽ വന്നു കേട്ടോ. വന്നതിന് ശേഷം പിന്നെ ഞാൻ വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. എന്താ വെച്ചാൽ മുട്ടയിൽ മുക്കി അതുപോലെ തന്നെ ബ്രെഡ് പൊടിക്കകത്ത് മുക്കി അങ്ങനെ ഞാൻ കൊടുക്കേണ്ടത് അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ പൊരിക്കാണ്ട് കൊടുക്കേണ്ടത് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള 10 എണ്ണമാണ് കേട്ടോ. 10 എണ്ണം ഞാൻ പൊരിച്ചെടുക്കുകയും ചെയ്തു. ഇതുപോലെ ബ്രെഡ് പൊടി റസ്കിൻ്റെ ആയാലും മതി കേട്ടോ. റസ്കിൻ്റെ പൊടി ആയാലും മതി. ഞങ്ങൾക്ക് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തത്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം കൊണ്ടുപോകേണ്ട പാത്രത്തിലേക്ക് പൊരിക്കാണ്ട് 2 ബോക്സാക്കി വെച്ചു. കൊണ്ടുപോകേണ്ടത് അവർക്ക് നാളത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. 10 എണ്ണം പൊരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ റോളിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കറണ്ട് പണി തന്ന വീഡിയോ ആണ്. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.